കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണു പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ശ്വാസകോശത്തിലെ അണുബാധ മൂലം വെന്റിലേറ്റർ സഹായം തുടരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇന്ന് രാവിലെ പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവിടും. അതേസമയം അപകടത്തിനിടയാക്കിയ നൃത്തപരിപാടിയിലെ സുരക്ഷാ വീഴ്ചയിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതീവ ഗുരുതരാവസ്ഥയിലല്ലെങ്കിലും നിലവിൽ അപകടനില തരണം ചെയ്തെന്ന് പറയാൻ കഴിയില്ലെന്നാണ് ഉമാ തോമസ് MLA പരിശോധിച്ച ഡോക്ടർമാർ വ്യക്തമാക്കിയത്. ശ്വാസകോശത്തിനേറ്റ ചതവുകൾ കാരണം കുറച്ചു ദിവസം കൂടി വെന്റിലേറ്ററിൽ തുടരണം. ആന്റിബയോട്ടിക്കുകൾ അടക്കം നൽകിയുള്ള ചികിത്സയ്ക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ സൂചിപ്പിക്കുന്നു. അപകട സമയത്ത് വേദിയിലുണ്ടായിരുന്ന മന്ത്രി സജി ചെറിയാൻ ഉമാ തോമസിനെ ആശുപത്രിയിൽ സന്ദർശിച്ചു. കോട്ടയത്ത് നിന്ന് ശ്വാസകോശ വിദഗ്ധരുടെ സംഘം എത്തുമെന്നറിയിച്ചു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള സംവിധാനം എടുക്കണം അതൊരുക്കാനും നമ്മളിപ്പോൾ തീരുമാനിച്ചു. ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തിലെല്ലാം ഭംഗിയായിട്ടാണ്. ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും ആ കാര്യത്തിൽ ഞങ്ങളുടെ എല്ലാം ചെയ്യാവുന്ന എന്താ അതെല്ലാം ചെയ്യും. അതേസമയം അപകടത്തിനിടയാക്കിയ പരിപാടിയിൽ സംഘാടകർക്ക് വീഴ്ചയുണ്ടായതായി GCDA സമ്മതിച്ചു. സുരക്ഷ ഉറപ്പാക്കേണ്ട സംഘാടകർ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണറും ചൂണ്ടിക്കാട്ടി. മൃദംഗവിഷൻ CEO ഷമീർ അബ്ദുൾ റഹീം അടക്കം 3 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ പരിപാടിയുടേത് മികച്ച സംഘാടനമായിരുന്നുവെന്നും സുരക്ഷാ വീഴ്ചയാണുണ്ടായതെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. ഈ ബാരിക്കേഡ് കിട്ടാനെന്ന് പറയുന്നതാണ് സംഭവിച്ചത്. ഇതിൽ ഉറപ്പുള്ള തരത്തിൽ സ്റ്റേജ് കിട്ടേണ്ടത്. കാരണം അത്രയും ഹൈറ്റിൽ ഒരു 15 അടിയോളം നീളത്തിൽ VIP ഇരിക്കുന്ന ഒരു ഭാഗം പൂർണ്ണമായി സുരക്ഷിതമാകുന്നതാണ്. ആവശ്യമായ ആ സുരക്ഷിതത്വം അവിടെ ഉറപ്പുവരുത്തുന്നതിന് ചോദിച്ചു. പരിപാടിയുടെ സംഘാടകരായ ഓസ്കർ ഇവൻസും മൃദംഗവിഷനും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പരിപാടിക്കെതിരെ ഉയർന്ന പണപ്പിരിവ് സംബന്ധിച്ച ആരോപണങ്ങളിലും അടുത്ത ദിവസങ്ങളിൽ അന്വേഷണമുണ്ടാവും. ന്യൂസ് മലയാളം, കൊച്ചി.